അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു, ഉസ്താദെ, മുഖം ഭംഗിയുള്ളതാവാൻ, മുഖം സുന്ദരമാകാൻ, നല്ല ഭംഗിയുള്ള മുഖമാവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മരുന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മുഖത്തെ ഭംഗിയുണ്ടാക്കാൻ ഒരു 3 തരം മരുന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് അള്ളാഹു പറഞ്ഞതാണ്, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ഇത് രണ്ടും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മളെ മുഖം നല്ല ഭംഗിയുള്ളതാവും, മുഖത്തെ കറുത്ത കലകളൊക്കെ പോവുകയും ചെയ്യും. അതിന് ആദ്യം ചെയ്യേണ്ടത് സൂറത്തു നൂറിലുള്ള 35-ാം ആയത്ത്. ഖുർആൻ മറിച്ച് നോക്കിയാൽ നമുക്ക് കാണും സൂറത്തു നൂറിലെ 35-ാം ആയത്ത്. അല്ലാഹു നൂറു സമാവാത്തി എന്ന് പറയുന്ന ഒരു ആയത്താണ്. ഈ ആയത്ത് ഒരു 5 വട്ടം ഓതുക. 5 വട്ടം ഓതി കയ്യിൽ ഊതി മുഖം തടവുക. ഖുർആനല്ലേ, ഖുർആൻ ഓതിയ കൂലി കിട്ടും, മുഖവും ഭംഗിയാവും. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ ഇസ്മായ യാ നൂറു യാ അല്ലാഹ് എന്ന് 256 വട്ടം നമ്മൾ പറയുക. അത് പറഞ്ഞ് ദുആ ചെയ്യുക, കയ്യിലൂതി മുഖം തടവുക. അതുപോലെ തന്നെ സുബ്ഹിക്ക് സ്ഥിരമായി കുളിക്കുന്ന ആളുകൾക്ക് മുഖം ഭംഗിയുണ്ടാകും. മനസ്സ് ക്ലിയറുള്ള ശുദ്ധമായ മനസ്സ്, കളങ്കമില്ലാത്ത, അസൂയയും കിബിറും ഏഷണിയും പരദൂഷണവും കളവും ഒന്നുമില്ലാത്ത ആളുകളെ, നല്ല മനസ്സുള്ള ആളുകളതും മുഖം സുന്ദരമാകും. അതുപോലെ സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും മുഖഭംഗിയുണ്ടാകും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മുഖഭംഗിക്ക് സിബിർ എന്ന് പറയും. സിബിർ അറബികൾ അങ്ങനെ പറയാം. നമ്മളെ നാട്ടിൽ കറ്റാർ വാഴ എന്നും ഇംഗ്ലീഷിൽ അലോവേര എന്നും പറയുന്ന ഈ സാധനം, കറ്റാർ വാഴയുടെ ജെല്ലെടുക്കുക. കറ്റാർ വാഴൻ്റെ ഇല മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മഞ്ഞ പോകുന്നത് വരെ കഴുകണം. ശേഷം ചെറിയ പീസാക്കി മുറിച്ച് തോല് കളഞ്ഞ് അതിൻ്റെ ജെല്ലെടുത്ത് മിക്സിയിലിട്ട് അടിച്ച് അതിൽ വെള്ളം ചേർക്കരുത്. അങ്ങനെ തന്നെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മുഖത്ത് തേച്ച് കിടക്കുക. 10 മിനിറ്റ് കൊണ്ട് അത് ഉണങ്ങിപ്പോകും. ശേഷം രാവിലെ കഴുകിയാൽ മതി. പകൽ സമയത്ത് അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ കറ്റാർ വാഴ ഉപയോഗിക്കാൻ പാടില്ല. രാത്രിയിൽ മാത്രം ഉപയോഗിക്കുക. മഗ്രിബിന് 6 മണിക്ക് തേച്ചാൽ 10 മണിക്ക് നമുക്ക് എന്താക്കാം, കഴുകിക്കളയാം. രാത്രി കിടക്കുന്ന സമയത്ത് തേച്ചാൽ സുബ്ഹിക്ക് കഴുകിക്കളയാം. ഈ പറഞ്ഞ 2-3 റെമഡി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. എല്ലാം മുഖഭംഗി കൂട്ടാനും മുഖസൗന്ദര്യം കൂട്ടാനുമാണ്. മുഖത്തിൻ്റെ കലയും പാടുകളൊക്കെ പോകും. അത് ഒരു ദിവസമല്ല, കുറച്ച് ദിവസം തുടരെയായിട്ട് ഒരു 21 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം ഇങ്ങനെയൊക്കെ. അത് എന്തായാലും അങ്ങനെയാണല്ലോ, എന്തൊരു സാധനമാണെങ്കിലും അത് നമ്മൾ പതിവാക്കണം. അപ്പോഴാണ് അതിൻ്റെ ഫലം കിട്ടുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള മുഖസൗന്ദര്യമുള്ള ആളുകളായി നമ്മളെ അള്ളാഹു മാറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.